الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ പ്രബോധകരെ, സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഉസൂലുൽ ഹദീസ് പഠിക്കുവാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് പഠനത്തിൻ്റെ, ഹദീസ് പഠനത്തിൻ്റെ ഭാഗമാണ് ഉസൂലുൽ ഹദീസിൻ്റെ പഠനം. വലിയ വലിയ മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ ത്യാഗം സഹിച്ച് എത്രയോ ഗ്രന്ഥങ്ങൾ ഉസൂൽ ഹദീസിൻ്റെ വിഷയത്തിൽ രചിച്ചു. അതിൻ്റെ അനന്തരഫലമായി അല്ലാമ ബൈഖൂനി രചിച്ച ഒരു മുഖ്തസറായ, ബ്രീഫായ ഒരു കൃതിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ-അല്ലാമത്തുൽ ബൈഖൂനി എഴുതിയ കേവലം 34 വരികൾ ഉള്ള കവിത, അതിൻ്റെ ലളിതമായ വിശദീകരണ ഗ്രന്ഥമായ അത്തഅലീഖാത്തുൽ അസരിയ എന്ന കിതാബാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം സഹീഹായ ഹദീസ് എന്താണെന്ന് പഠിച്ചു, ഹസനായ ഹദീസ് എന്താണെന്ന് പഠിച്ചു. അതേപോലെ ദുർബലമായ ദഈഫായ ഹദീസ്, സഹീഹും ഹസനുമല്ലെങ്കിൽ പിന്നെ ദഈഫാണ്. അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അല്ലാമ ബൈഖൂനി പറഞ്ഞല്ലോ, വകുല്ലു മാ അൻ റുത്ബത്തിൽ ഹുസ്നി ഖസുർ ഫഹുവ ദഈഫ് വഹുവ അഖ്സാമൻ കസുർ. അതായത് ഹസനായ ഹദീസിൻ്റെ ആ ഒരു ദറജയിൽ നിന്ന്, റുത്ബയിൽ നിന്ന് താഴോട്ട് പോയാൽ ആ ഹദീസ് എന്താവും? ദഈഫാകും, ദുർബലമായ ഹദീസാകും. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ നാം പഠിച്ചു കഴിഞ്ഞതാണ്. ഇദാ റഅയ്തുമുർ റജുല യതആഹദുൽ മസാജിദ ഫഷ്ഹദു ലഹു ബിൽ ഈമാൻ. അതായത് നിരന്തരമായി ഒരാൾ പള്ളിയിലേക്ക് പോകുന്നത് കണ്ടാൽ അയാൾക്ക് ഈമാൻ കൊണ്ട് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം, നിങ്ങൾ സാക്ഷികളാവണം, അയാൾ വിശ്വാസിയാണെന്ന കാര്യത്തിൽ. ഈ ആശയം ശരിയാണെങ്കിലും ഹദീസിൻ്റെ പരമ്പര എന്താണ്? ദുർബലമാണ്. അതിൻ്റെ കാരണം നാം പഠിച്ചു കഴിഞ്ഞു. ദർറാജ് ഇബ്നു സംആൻ അബു സംഹ് എന്ന റാവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ അബുൽ ഹൈസമിൽ നിന്നുള്ള റിവായത്താണിത്. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതാണ് മർഫൂആയ ഹദീസ് എന്താണ്. വമാ ഉദീഫ ലിന്നബിൽ മർഫൂഉ വമാ ലിതാബിഇൻ ഹുവൽ മഖ്തൂഉ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർക്കപ്പെട്ട വചനങ്ങൾക്ക് എന്താണ് പറയുക? മർഫൂ എന്ന് പറയും. എന്നാൽ താബിഇയിലേക്ക് ചേർക്കപ്പെട്ട വചനമാണെങ്കിലോ മഖ്തൂ എന്ന് പറയും. വമാ അദഫ്തഹു ഇലൽ അസ്ഹാബി മിൻ ഖൗലിൻ വഫിഅലിൻ ഫഹുവ മൗഖൂഫുൻ സുകിൻ. ഞാൻ പഠിക്കും ഇൻഷാ അല്ലാഹ്. അതായത് സ്വഹാബികളിലേക്ക്, അസ്ഹാബുകളിലേക്ക് ചേർക്കപ്പെട്ട വചനങ്ങൾക്ക് മൗഖൂഫ് എന്നും പറയും. അപ്പോൾ ഇത് മൗഖൂഫായ ഹദീസാണ്, ഇത് മഖ്തൂ ആണ്, ഇത് മർഫൂ ആണെന്നൊക്കെ പറയുമ്പം ഈ സാങ്കേതിക പദങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ചില പ്രയോഗങ്ങളാണ്. മുസ്തലഹുൽ ഹദീസിൽ പണ്ഡിതന്മാർ പ്രയോഗിക്കാറുള്ള ചില വാക്കുകൾ. മുസ്നദ്, എന്താണ് ഈ മുസ്നദ് എന്ന വാക്കിൻ്റെ അർത്ഥം? അതേപോലെ മുത്തസിലായ ഹദീസ്, എന്താ മുത്തസിൽ എന്ന് പറഞ്ഞാൽ? ഇതൊക്കെയാണ് നാം 2 ബൈത്തുകൾ ഇന്ന് നാം ഇൻഷാ അല്ലാഹ് പഠിച്ച് പൂർത്തീകരിക്കും ബിഇദ്നില്ലാ. അല്ലമ ബൈഖൂനിയുടെ
കാവ്യ വരിയിലേക്ക് നാം പ്രവേശിക്കുന്നു. വൽ മുസ്നദുൽ മുത്തസിലുൽ ഇസ്നാദി മിൻ റാവിഹി ഹത്തൽ മുസ്തഫ വലം യബിൻ. അതായത് മഖ്തൂഉം മർഫൂഉം പറഞ്ഞതിന് ശേഷം അല്ലാമ ബൈഖൂനി പറഞ്ഞു വൽ മുസ്നദുൽ മുത്തസിലുൽ ഇസ്നാദി മിൻ റാവിഹി ഹത്തൽ മുസ്തഫ വലം യബിൻ. മുസ്നദ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അൽ മുത്തസിലുൽ ഇസ്നാദി, മുത്തസിലായ പരസ്പരം ചേർന്നിരിക്കുന്ന ഇസ്നാദുള്ള റിവായത്ത് എന്ന് പറയും, മുസ്നദ് എന്ന് പറയും. ഏത് മുതൽ ചേർന്നിരിക്കുന്നത്? മിൻ റാവിഹി, ഈ ഹദീസ് ഉദ്ധരിച്ച റാവി മുതൽ ഹത്തൽ മുസ്തഫ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു പരമ്പര മുത്തസില ആണെങ്കിൽ എന്ത് പറയും? മുസ്നദ് എന്ന് പറയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് നബി വരെ എത്തി നിൽക്കുന്ന പരമ്പരയുള്ള റിപ്പോർട്ടിന് എന്ത് പറയും? മുസ്നദ് എന്ന് പറയും. ഹാദാ ഹദീസുൻ മുസ്നദ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തി നിൽക്കുന്ന പരമ്പരയുള്ള റിവായത്ത് എന്ന് പറയും, മുസ്നദ് എന്ന് പറയും. വലം യബിൻ, എന്താ വലം യബിൻ? അതായത് കണ്ണ് മുറിഞ്ഞിട്ടില്ല, അഥവാ അവിടെ ഇൻഖിതാ സംഭവിച്ചിട്ടില്ല. അവിടെ ശരിക്ക് യബിൻ, ഇവിടെ യൻഖതിഉ വയൻഫസിലു. അപ്പം മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? അതിന് മുൻഖതിഉ എന്ന് പറയാം. ഞാൻ പഠിക്കും ഇൻഷാ അല്ലാഹ്. വകുല്ലു മാ ലം യത്തസിൽ ബിഹാലി ഇസ്നാദുഹു മുൻഖതിഉൽ ഔസാലി. അതായത് ഇസ്നാദ് മുറിഞ്ഞതാണെങ്കിൽ അതെന്താ പറയുക? മുൻഖതിഉ എന്ന് പറയാം. മഖ്തൂഉ മുൻഖതിഉ രണ്ടും രണ്ടാണ്. താബിഇലേക്ക് ചേർക്കപ്പെട്ട വചനമാണെങ്കിൽ എന്ത് പറയും? മഖ്തൂഉ. എന്നാൽ ഇസ്നാദുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഇസ്നാദുണ്ട്. ആ ഇസ്നാദിൻ്റെ നടുവിൽ മധ്യത്തിൽ എന്ത് സംഭവിച്ചു? മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇത് മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അതായത് രണ്ട് റാവിമാർ പരസ്പരം ഹദീസ് കേട്ട് പിടിച്ചിട്ടില്ല. റാവിമാരൊക്കെ ഉണ്ട്, പക്ഷെ പരസ്പരം എന്താണ്? ശിഷ്യനുമല്ല ഉസ്താദുമല്ല. എന്താണ്? മുൻഖത്തി ആണ്. ഞാൻ പഠിക്കും ഇൻഷാ അല്ലാഹ്. എന്താണ് ഷെയ്ഖ് ഹലബി പറഞ്ഞത്? അൽ മുസ്നദു ബി ദമ്മിൽ മീമി വ ഫത്ഹിൻ നൂൻ. ഇതെങ്ങനെ പറഞ്ഞത്? അതായത് മീമിന് ദമ്മും നൂനിന് ഫത്ഹും. അൽ മുസ്നദു ബി ദമ്മിൽ മീമി വ ഫത്ഹിൻ നൂൻ ഹുവൽ ഹദീസുൽ മർഫൂഉൽ മുത്തസിലു സനദൻ. അപ്പോൾ ഇവിടെ ഫുട് നോട്ടിലേക്ക് പോകാം. ഉൻദുർ അത്തദ്രീബ്. എന്താ അത്തദ്രീബ് എന്ന് പറഞ്ഞാൽ? തദ്രീബുർ റാവി ഷർഹു തഖ്രീബിൻ നവാവി. അവരുടെ ഗ്രന്ഥമാണ്, അല്ലാമ സുയൂത്തിയുടെ ഗ്രന്ഥമാണ്. തദ്രീബുർ റാവി ഐ ഉസൂൽ ഹദീസിലെ ഗഹനമായ ഒരു ഗ്രന്ഥമാണ് തദ്രീബുർ റാവി. അതായത് ബൈഖൂനിയയും ഇബ്നു ഹജറിൻ്റെ നുഖ്ബയും ഒക്കെ കഴിഞ്ഞിട്ട് നാം വിശദമായി പഠിക്കേണ്ട ഗ്രന്ഥമാണ് ഇത് തദ്രീബു അർ റാവി. ഇമാം നവവിയുടെ തഖ്രീബിൻ്റെ വിശദീകരണമാണ് ഏത്? തദ്രീബു അർ റാവി. ഇവിടെ യൂണിവേഴ്സിറ്റികളിലും പല വിദ്യാലയങ്ങളിലും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് തദ്രീബു അർ റാവി. വൽ ബാഇഫ്, എന്താ അതിൻ്റെ അർത്ഥം? അൽ ബാഇഫുൽ ഹഫീഫ്. അൽ ഹാഫിദ് ഇബ്നു കസീറിൻ്റെ ഇഖ്തിസാറു ഉലൂമുൽ ഹദീസിന് നൽകിയ പേരാണ് അൽ ബാഇഫുൽ ഹഫീഫ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ്? അൽ മുസ്നദ് എന്ന വാക്കിൻ്റെ ഉച്ചാരണം ബി ദമ്മിൽ മീമി വ ഫത്ഹിൻ നൂൻ. മീമിന് ദമ്മും നൂനിന് ഫത്ഹും. അൽ മുസ്നദ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അൽ മുസ്നിദ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി. ഇസ്നാദ് ഉദ്ധരിക്കുന്ന ഹദീസ് പണ്ഡിതനെന്ന് പറയും അൽ മുസ്നിദ്, ഇസ്നാദ് ഉദ്ധരിക്കുന്ന ആൾ. അപ്പം ഇസ്നാദുള്ള റിപ്പോർട്ടിനോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തി നിൽക്കുന്ന ഇസ്നാദുള്ള ഹദീസ് എന്ന് പറയും അൽ മുസ്നദ് എന്ന് പറയും. ഹുവൽ ഹദീസുൽ മർഫൂഉ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചേർക്കപ്പെട്ട, നബിയിലേക്ക് ഉയർത്തപ്പെട്ട ഹദീസ്. അൽ മുത്തസിലു, കണ്ണിമുറിയാതെ ചേർന്നിരിക്കുന്ന സനദൻ. അപ്പോൾ സനദ് മുത്തസിലാണ്, നബിയിലേക്ക് ചേർക്കപ്പെട്ട ഹദീസാണ്. എന്ത് പറയും? മുസ്നദ് എന്ന് പറയും. ഇനി മുസ്നദിന് വേറൊരു വാക്കുണ്ട്, വേറൊരു പ്രയോഗമുണ്ട്. അതെന്താണ്? നാം പലപ്പോഴും കേൾക്കാറുണ്ട്, റവാഹുൽ ഇമാമു അഹ്മദു ഫിൽ മുസ്നദ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തു. എന്താ ആ വാക്കിൻ്റെ അർത്ഥം? അത് വേറൊരു പ്രയോഗമാണ്.
വേറൊരു അർത്ഥമാണ് മുസ്നദിന്. അതാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കണം. വഖദ് യുറാദു ബിഹി ഫി ഗൈരി ഹാദൽ മൗദിഅ, ഇതല്ലാതെ തന്നെ അതിൽ നിന്ന് വേറൊരു അർത്ഥവും ഉദ്ദേശിക്കപ്പെടാം. വഖദ് യുറാദു ബിഹി, ഇത് വഖദ് യുറാദു ബിഹി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മുറാദ് ഉണ്ടാകാം. മുറാദ് പറഞ്ഞാൽ ഉദ്ദേശം. ഫി ഗൈരി ഹാദൽ മൗദിഅ, ഈ സന്ദർഭമല്ലാതെ. ഇവിടെ ബൈഖൂനി പറഞ്ഞ മുസ്നദ് എന്താണ്? അത് നബിയിലേക്ക് ചേർക്കപ്പെട്ട ഇസ്നാദുള്ള മുത്തസിലായ കണ്ണുമുറിയാത്ത ഹദീസ്. മനസ്സിലായല്ലോ? ഇനി മുസ്നദിന് വേറൊരു അർത്ഥമുണ്ട്. അതെന്താണ്? മഅനൻ ആഖർ, വേറെ ഒരു അർത്ഥം അതിനുണ്ട്. എന്താണ്? ശ്രദ്ധിക്കുക. വഹുവ കുല്ലു കിതാബിൻ ജുമിഅത് ഫീഹി മർവിയാതു കുല്ലി സഹാബിയ്യിൻ അലാ ഹിദ, അതായത് ഏതൊരു ഗ്രന്ഥവും അതിൽ ഓരോ സഹാബിയുടെ വെവ്വേറെ റിവായത്തുകൾ ക്രോഡീകരിക്കപ്പെട്ട ഏതൊരു കിതാബും എന്താണ്? അതായത് സഹാബി ബേസിൽ, സഹാബിയുടെ അടിസ്ഥാനത്തിൽ ഓരോ സഹാബിയും ഉദ്ധരിച്ച ഹദീസുകൾ നാം സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വലി ശരിക്കും നമ്മൾ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ എന്ന് പറയും മുസ്നദ് എന്ന് പറയും. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ് ഉദാഹരണം. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ് പഴക്കമുള്ള മുസ്നദാണ്. അതിന് മുമ്പും ഇമാമിയങ്ങൾ മുസ്നദ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം അബുൽ വലീദ് അത്തയാലിസി, അബൂ ദാവൂദ് അത്തയാലിസി റഹിമഹുല്ലാഹ് ഹിജ്റ 203 204 മരണപ്പെട്ടു. സുലൈമാൻ ഇബ്നു ദാവൂദ് അത്തയാലിസി, ഇമാം തയാലിസിയാണ് ആദ്യമായി മുസ്നദ് രചിച്ചത്. ഒരു അഭിപ്രായത്തിൽ ഹിജ്റ 204 എന്ന് പറയുമ്പം ആര് മരണപ്പെട്ടു? ഇമാം ഷാഫിഈ മരണപ്പെട്ട വർഷമാണ്. ഹിജ്റ 241 അതായത് ഇമാം അഹ്മദിൻ്റെ ഉസ്താദാണ് അബൂ ദാവൂദ് അത്തയാലിസി. മനസ്സിലായില്ലേ? അബൂ ദാവൂദ് അത്തയാലിസി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ എഴുതിയ മുസ്നദ് ഏറ്റവും പ്രസിദ്ധമായ മുസ്നദായി മാറി. അപ്പോൾ എങ്ങനെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുസ്നദ് ക്രോഡീകരിച്ചത്? ഇപ്പോൾ സഹീഹുൽ ബുഖാരി ക്രോഡീകരിച്ചത് ഓരോ അധ്യായങ്ങളുടെ ബേസിലാണ്. അതായത് കിതാബു ബദ്ഇൽ വഹി, ആദ്യത്തെ അധ്യായം സഹീഹുൽ ബുഖാരിയിൽ എന്താണ്? വഹീൻ്റെ ആരംഭം എന്നാണ്. അത് കഴിഞ്ഞിട്ട് കിതാബുൽ ഈമാൻ, ഈമാനിൻ്റെ അധ്യായം. അത് കഴിഞ്ഞിട്ട് കിതാബുൽ ഇൽമിൻ്റെ അധ്യായം. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള പിന്നീട് കർമ്മശാസ്ത്ര അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇമാം ബുഖാരി തുടർന്ന് പോകുന്നു. എന്നാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എങ്ങനെയാണ് ക്രോഡീകരിച്ചത്? സഹാബികളുടെ റിവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സഹാബിയും ഉദ്ധരിക്കും. ആദ്യം തുടക്കം കുറിച്ചത് എങ്ങനെയാണ്? അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, അതായത് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബിമാർ. അവരിൽ ആദ്യം ആരാണ്? 4 ഖലീഫന്മാർ. ഇതിന് ശേഷമുള്ള 10ൻ്റെ പൂർത്തീകരണം. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബൂ ഹുറൈറ, ജാബിർ ബിൻ അബ്ദില്ല, അങ്ങനെ തുടങ്ങി മറ്റു സഹാബികളും സഹാബി വനിതകൾ കൊണ്ട് അവസാനിപ്പിച്ചു ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഞാൻ മനസ്സിലാക്കണം, ഇവിടെ ശരിക്ക് അതായത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് പല മുദ്രാവാക്യങ്ങളും ശരിക്ക് ഉയർത്തി പിടിക്കുന്ന പല ആൾക്കാരുമുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പരിപൂർണ അവകാശം നൽകിയ ഏക ദീനുൽ ഇസ്ലാമാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ്, അതായത് നമ്മുടെ പൂർവികരായ വനിതകൾ, സഹാബി വനിതകൾ, മഹദികൾ, അവരുടെ റിപ്പോർട്ടുകളൊക്കെ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ ഇന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടു. ഒരു ഉദാഹരണമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ്. എങ്ങനെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകൾ, ആയിഷ റളിയല്ലാഹു അൻഹ, അതേ മറ്റു സഹാബി വനിതകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെയൊക്കെ റിവായത്തുകൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ക്രോഡീകരിച്ചു. നാം മനസ്സിലാക്കണം, ഇത്രയും സൂക്ഷ്മമായി, അതായത് പരമ്പരകൾ സഹിതം സ്ത്രീകളുടെ റിപ്പോർട്ടുകൾ അടക്കം വിജ്ഞാനം സൂക്ഷ്മമായി എല്ലാവർക്കും പരിശോധിക്കാൻ പറ്റുന്ന വിധത്തിൽ ഭദ്രമായി ക്രോഡീകരിക്കപ്പെട്ട ശരിക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ, അത് ശരിക്ക് ഇസ്ലാമിൻ്റെ അവകാശമാണ്.
ഞാൻ മനസ്സിലാക്കണത്. ഇപ്പോൾ എത്രയോ ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുസ്നദിൽ എത്രയോ ഹദീസുകളുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ സ്ത്രീകളുടെ മുസ്നദ്, അതായത് മുസ്നദ് ആയിഷ, അത് മറ്റു സഹാബി വനിതകളുടെയൊക്കെ മുസ്നദ് കൊണ്ട് 18 മുസ്നദുകൾ അധ്യായങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഈ 18 മുസ്നദുകളിൽ ഈ പറഞ്ഞ മസാനിദൊക്കെ പെട്ടു. ഇപ്പോൾ അച്ചടിക്കപ്പെട്ട മുസ്നദിൽ 27,000-ൽ പരം ഹദീസുകളുണ്ട്. മുസ്നദിൽ എത്ര വാള്യങ്ങളറിയോ? ഇപ്പോൾ അച്ചടിക്കപ്പെട്ടപ്പോൾ 50 വാള്യത്തെ അച്ചടിക്കും. 50 വാള്യങ്ങളുണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദിന്. അതിന് തബഅത്തുർ റിസാല ഷെയ്ഖ് ഷുഐബുൽ അർനഊത്ത്, ഷെയ്ഖ് അൽബാനി കഴിഞ്ഞാൽ ഹദീസ് ലോകത്ത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനായി അറിയപ്പെട്ട ഷെയ്ഖാണ് ഷെയ്ഖ് ഷുഐബ് അൽ അർനഊത്ത്. ഇമാം ദഹബിയുടെ സിയറു അലാമിൻ നുബല, അതേപോലെ ഇമാം ഇബ്നു അബിൽ ഇസ്സിൻ്റെ ഷർഹുൽ അഖീദ തഹാവിയ, ഇമാം ഇബ്നുൽ ഖയ്യിമിൻ്റെ സാദുൽ മആദ്, അതേപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ്. ഇതൊക്കെ ശരിക്കും ഷെയ്ഖ് ഷുഐബ് അൽ അർനഊത്ത് നൽകിയ സംഭാവനകളാണ്. വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു റഹിമഹുല്ലാ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അപ്പോൾ 50 വാള്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് അവസാനത്തെ 5 വാള്യങ്ങൾ ഇൻഡെക്സ് മാത്രമാണ്. അപ്പോൾ 45 വാള്യങ്ങൾ എന്താണ്? ഹദീസുകളാണ്. അത്രക്കും വലിയ ഒരു വർക്കാണ്. മനസ്സിലാക്കണം എത്രമാത്രം പണ്ഡിതന്മാർ ഈ ത്യാഗങ്ങളും പ്രയത്നങ്ങളൊക്കെ ശരിക്കും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാധ്യത എന്താണ്? അവർ ശരിക്ക് ഈ നൽകിയ സംഭാവനകൾ രത്നച്ചുരുക്കമായി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൻ്റെ മാർഗത്തിൽ വിഷയത്തിൽ എത്രമാത്രമാണ് പണ്ഡിതന്മാർ ശരിക്കും ഗ്രന്ഥങ്ങളും അതേപോലെ അവരുടെ ശരിക്കും ആയുസിൻ്റെ ബഹുഭൂരിഭാഗവും ഈ ഹദീസിന് വേണ്ടി, ഈ സുന്നത്തിന് വേണ്ടി അവർ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ഉദാഹരണം 20-ആം വയസ്സ് മുതൽ തുടങ്ങി 90-ആം വയസ്സിൽ മരണപ്പെട്ടത് ഏകദേശം. അപ്പോൾ 70 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ ഖിദ്മത്ത് ചെയ്യുന്ന മഹാപണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. പറഞ്ഞു വരുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ് ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ മുസ്നദ് എങ്ങനെയാണ്? ഓരോ സഹാബിമാരുടെയും ശരിക്ക് റിപ്പോർട്ടുകൾ അത് വെവ്വേറെയായി വേർതിരിച്ച് തന്നെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് മുസ്നദ്. അപ്പോൾ ആ ഒരു അർത്ഥവും കൂടി മുസ്നദിന് ഉണ്ടെന്ന് മനസ്സിലായി. മുസ്നദിന് പല അർത്ഥങ്ങളുമുണ്ട്. അത് രണ്ടാമത്തെ അർത്ഥമാണിത്. വഹുവ കുല്ലു കിതാബിൻ, ഒന്നുകൂടി വായിക്കാം. വഹുവ കുല്ലു കിതാബിൻ ജുമിഅത് ഫീഹി മർവിയാത്തു കുല്ലി സഹാബിയിൻ അലാ ഹിദ. ഓരോ സഹാബിയുടെയും വെവ്വേറെയായി അവരുടെ റിപ്പോർട്ടുകൾ, റിവായത്തുകളൊക്കെ ക്രോഡീകരിക്കപ്പെട്ട ഏതൊരു കിതാബിനും മുസ്നദ് എന്ന് പറയും. ഉദാഹരണം ഇമാം അബൂദാവൂദ് അത്തയാനിസിയുടെ മുസ്നദ്, അത് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ്. മുസ്നദിൽ ഇമാമി അഹ്മദ, ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ് പോലെ മുസ്നദിൽ ഇമാമി അഹ്മദ് ബിൻ ഹംബലിൻ റഹിമഹുല്ലാഹ്. ലക്കിന്നൽ മുറാദ ഹുന, പക്ഷേ ഇവിടെ മുസ്നദ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന എന്താണ്? ഹുവ തഅരീഫുൽ അവ്വൽ, ആദ്യത്തെ നിർവചനമാകുന്നു. അതെന്താണ്? അതായത് മർഫൂആയ മുത്തസിലായ ഇസ്നാദുള്ള ഹദീസ് എന്താകും? മുസ്നദ് എന്ന് പറയും. നാലാമത്തെ ഫുട്നോട്ട് നോക്കൂ നിങ്ങൾ. ഈ യബിൻ, വലം യബിൻ, അതായത് ബാന യബീനു എന്നാണ്. അപ്പോൾ അവിടെ ലം വന്നപ്പോൾ എന്തായി? യബിൻ എന്ന് വന്നു. അപ്പോൾ എന്താണ്? വലം യബിൻ, അത് മുറിഞ്ഞിട്ടില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ ശരിക്ക് റെഫറൻസ് ആയിട്ട് കൊടുത്തത് എന്താണ്? അസ്സിഹാഹ്. എന്താ അസ്സിഹാഹ് എന്ന് പറഞ്ഞാൽ? ഒരു നിഘണ്ടുവിൻ്റെ, അറബി ഭാഷയിൽ അറിയപ്പെട്ട നിഘണ്ടുവിൻ്റെ ഒരു പേരാണ് അസ്സിഹാഹ്. ലിൽ ജൗഹരി, ഇസ്മായിൽ ഇബ്നു ഹമ്മാദ് അൽ ജൗഹരി എന്ന മഹാഭാഷാ പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണ് അസ്സിഹാഹ്. അപ്പോൾ നമ്മളിപ്പോൾ തുടക്കക്കാരായ ബിഗിനേഴ്സായ ഭാഷാ പഠിതാക്കൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്താണ്? അസ്സിഹാഹിന് അല്ലാമ മുഹമ്മദ് ബിൻ അബി ബക്ർ റാസി റഹിമഹുല്ലാ അതിന് ചുരുക്കി ഒരു ചെറിയൊരു പോക്കറ്റ് ഡിക്ഷണറി ആയിട്ട് ചുരുക്കി എഴുതിയിട്ടുണ്ട്. അതിനാണ് മുഖ്താറുസ്സിഹാഹ് എന്ന പേരിൽ അച്ചടിക്കപ്പെട്ടു.
അത് പിന്നീട് ഇപ്പോൾ നമുക്ക് ശരിക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ജരീറിൽ പോയാൽ അടക്കം നിങ്ങൾക്ക് കിട്ടും ഈ മുഖ്താർ സിഹാഹ്. അതൊന്ന് വാങ്ങണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ഉച്ചാരണം, അതൊക്കെ ഒന്ന് ശരിക്ക് ശീലിച്ച് നമ്മളൊന്ന് പഠിച്ച് വായിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത വരിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലമ ബൈഖൂനി റഹിമഹുല്ലാ മുസ്നദിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വമാ ബിസംഇ കുല്ലി റാവിൻ യത്തസിൽ ഇസ്നാദുഹു ലിൽ മുസ്തഫ ഫൽ മുത്തസിൽ. വമാ ബിസംഇ കുല്ലി റാവിൻ യത്തസിൽ ഇസ്നാദുഹു ലിൽ മുസ്തഫ ഫൽ മുത്തസിൽ. ഇതെന്താണ്? മുത്തസിലായ ഹദീഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ മുസ്നദ് പറഞ്ഞു. അതായത് ഇസ്നാദുള്ള മുത്തസിലായ നബിയിലേക്ക് ഉയർത്തപ്പെട്ട ഹദീസിന് എന്ത് പറയും? മുസ്നദ് എന്ന് പറയും. എന്താ മുത്തസിൽ എന്ന് പറഞ്ഞാൽ? ചേർന്നിരിക്കുന്ന, കണ്ണി മുറിയാത്ത ഇസ്നാദിന് എന്ത് പറയും? മുത്തസിൽ എന്ന് പറയും. വമാ ബിസംഇ കുല്ലി റാവിൻ യത്തസിൽ, അതായത് ഓരോ റാവിയും ഷെയ്ഖിൽ നിന്ന് കേട്ട, സമഅ് എന്ന് പറയുന്നത് കേൾവിയാണ്, കേട്ട റിവായത്തിൻ ഇസ്നാദുഹു ലിൽ മുസ്തഫ, അതിൻ്റെ ഇസ്നാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നീണ്ടു നിൽക്കുന്ന ഇസ്നാദുള്ള ഓരോ റാവിയും കേട്ട് പഠിച്ച ഇസ്നാദിന് എന്ത് പറയും? ഫൽ മുത്തസിൽ, മുത്തസിൽ എന്ന് പറയുന്നു. ഇവിടെ ചെറിയൊരു തിരുത്ത് ഷെയ്ഖ് ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ഷെയ്ഖ് അബ്ദുസ്സത്താർ അബൂ ഹുദ്ദ ഈ ബൈഖൂനി, അല്ലാമ ബൈഖൂനിക്ക് വന്ന ചില ന്യൂനതകൾ ഒന്ന് തിരുത്തി ഒന്നും കൂടി ഭംഗിയാക്കി ഇങ്ങനെ പറഞ്ഞാൽ കൂടുതൽ നന്നാകുമെന്നൊരു അർത്ഥത്തിൽ അദ്ദേഹം വരികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് മാ ബി സമഇ കുല്ലി റാവിൻ യത്തസിൽ ഇസ്നാദുഹു ലിൽ മുൻതഹ ഫൽ മുത്തസിൽ. അപ്പോൾ എന്താണ്? ഓരോ റാവിയും കേട്ട് പഠിച്ച് ഷെയ്ഖിൽ നിന്ന് കേട്ട വചനങ്ങൾ. ലിൽ മുൻതഹ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നീണ്ടു നിൽക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു സഹാബിയിലേക്ക് ഇമാം ബുഖാരി ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ചു, പരമ്പര സഹിതം. ആ പരമ്പര നീണ്ടു നിൽക്കുന്നതാണ്. അതിൽ യാതൊരു എന്തില്ല, ഇൻഖിതാഉമില്ല, കണ്ണി മുറിഞ്ഞിട്ടില്ല. എന്ത് പറയും? മുത്തസിൽ എന്ന് പറയാം. അപ്പോൾ ലിൽ മുസ്തഫ എന്ന നിബന്ധന വെക്കേണ്ടതില്ല. ലിൽ മുൻതഹ എന്ന് പറഞ്ഞാൽ മതി. അതായത് ആ പരമ്പര അവസാനം വരെ അത് അങ്ങനെ തന്നെ കണ്ണി മുറിയാതെ പരസ്പരം ചേർന്നിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഷെയ്ഖ് നൽകി തിരുത്ത്. അപ്പോൾ എന്താണ് മുത്തസിലിൻ്റെ അർത്ഥം? ഒന്നുകൂടി വായിക്കാം. ഷെയ്ഖ് പറയുന്നു, അൽ മുത്തസിലു, എന്താണ് മുത്തസിലായ സനദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഹുവല്ലദീ യത്തസിലു ഇസ്നാദുഹു, അതായത് ഇസ്നാദ് മുത്തസിലായ, കണ്ണി മുറിയാതെ പരസ്പരം ചേർന്നിരിക്കുന്ന ഇസ്നാദുള്ള റിവായത്ത് എന്ത് പറയും? മുത്തസിൽ എന്ന് പറയും. ഇപ്പോൾ സഹീഹായ ഹദീസ് ആകണമെങ്കിൽ എന്തായിരിക്കണം? മുത്തസിലായിരിക്കണം. മുൻഖത്തി ആണ് അതിൻ്റെ മുത്തസിലിൻ്റെ നേരെ വിപരീതം എന്താണ്? മുൻഖത്തി ആയ ഹദീസ്. നമ്മൾ അതൊക്കെ ശരിക്കും ഈ ഇൽമുർ റിജാൽ, ഈ ജർഹ് തഅദീലിൻ്റെ നാം പറഞ്ഞല്ലോ തഖ്രീബു തഹദീബ് ഉദാഹരണം, അതുകൊണ്ട് തുടങ്ങി നാം എത്ര കണ്ടാണ് ഈ വിഷയത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, അത്ര കണ്ട് ശരിക്ക് നമുക്ക് ഹദീസ് നിദാന ശാസ്ത്രത്തിലും ഹദീസിൻ്റെ വിഷയത്തിലൊക്കെ നല്ല പാണ്ഡിത്യമുണ്ടാവും. ഷെയ്ഖ് അൽബാനിയുടെ വലിയ പ്രത്യേകത എന്താ അറിയോ? അതായത് ഉസൂലുൽ ഹദീസ് പഠിച്ചെന്ന് മാത്രമല്ല, അത് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത പണ്ഡിതനാണ് ചോദിച്ചത് ഷെയ്ഖ് അൽബാനിയാണ്. അതിന് ഏറ്റവും തെളിവെന്താണ്? എത്രയോ വാള്യങ്ങളാണ് ഷെയ്ഖ് അൽബാനി, അതും വളരെ മുമ്പുള്ള പൂർവികരായ ഹദീസിൻ്റെ ഇമാമിയങ്ങളുടെ ആ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്ന എഴുത്തുകൾ. മാഷാ അല്ലാഹ്, തർക്കും ശരിക്ക് അതായത് ഹൈ സ്റ്റാൻഡേർഡുള്ള വലിയ ഉന്നത നിലവാരമുള്ള എഴുത്താണ് ഷെയ്ഖ് അൽബാനി. പറയുമ്പോൾ ഷെയ്ഖ് അൽബാനി അറബിയല്ല, അദ്ദേഹം ശരിക്ക് അൽബാനിയക്കാരനാണ്. എന്നിട്ട് പോലും അറബികളുടെ നാടുകളിൽ വസിച്ചു. അദ്ദേഹം ജോർഡാനിലായിരുന്നു, ആദ്യം സിറിയയിലായിരുന്നു, പിന്നീട് ജോർഡാനിൽ ശരിക്ക് താമസിച്ചു. അദ്ദേഹം അവിടുത്തെ ആൾക്കാരുടെ ആ ഭാഷ തന്നെ സംസാരിക്കുക, ഷാമികളുടെ പ്രത്യേക ഒരു ആക്സെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു ലഹജയിൽ സംസാരിക്കുക, സാധാരണ സംസാരം.
പക്ഷേ എഴുത്തൊക്കെ ശരിക്ക് അറബികളെക്കാളും ഉഷാറായ എഴുത്താണ്, അത്രക്കും സ്റ്റാൻഡേർഡുള്ള എഴുത്താണ് മാഷാ അല്ലാഹ്. അതേപോലെ ഹദീസ് നിദാന ശാസ്ത്ര വിഷയത്തിലേക്ക് നിരൂപണങ്ങളും ഇൽമിയായ ഖണ്ഡനങ്ങളും എഴുത്തുകളും ഹദീസിന് തഖ്രീജുകളൊക്കെ. അപ്പോൾ എന്താണ്, ഓരോ ഹദീസ് തഖ്രീജ് ചെയ്തുകൊണ്ട് ശരിക്കും അതിൽ ഏതാണ് സഹീഹ് ദഈഫ് ഒക്കെ വേർതിരിച്ച്, അപ്പോൾ ഈ ഹദീസ് നിദാന ശാസ്ത്രം എത്രമാത്രം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെയൊക്കെ ഷെയ്ഖ് അൽബാനി പരിശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അദ്ദേഹത്തെ ഉന്നത പദവിയിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് മുത്തസിൽ? ഹുവല്ലദീ യത്തസിലു ഇസ്നാദുഹു. ഇസ്നാദ് മുത്തസിലായ പരസ്പരം ചേർന്നിരിക്കുന്ന ഇൻഖിതാ ഇല്ലാത്ത പരമ്പരക്കാണ് മുത്തസിൽ എന്ന് പറയുക. സവാഉൻ അകാനൽ ഖായിലു ഹുവ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അം ഗൈറഹു. അതായത് ആ വചനത്തിൻ്റെ ഉടമ പ്രവാചകനാകട്ടെ അല്ലാതിരിക്കട്ടെ. ഇപ്പോൾ സഹാബിയുടെ വചനമാണെങ്കിലും മർഫൂ എന്ന് പറയില്ല, പക്ഷെ മുത്തസിൽ എന്ന് പറയണം. മുത്തസിലായാലും നമുക്ക് എന്ത് സ്വീകരിക്കാൻ പറ്റും? മുത്തസിൽ എന്ന് പറഞ്ഞാൽ അതായത് കണ്ണി മുറിയാത്ത പരമ്പരയുള്ള എന്താണ് റിപ്പോർട്ടിനാണ് പറയുക. ആ റിപ്പോർട്ട് എന്താണ്? മർഫൂ ആകട്ടെ, മൗഖൂഫ് ആകട്ടെ, മഖ്തൂ ആകട്ടെ. അതുകൊണ്ടാണ് നാം ഇപ്പോൾ സഹാബിയുടെ വചനം പോലും ദുർബലമാണെങ്കിൽ, വ്യാജമാണെങ്കിൽ നാം അത് സ്വീകരിക്കാൻ നാം ബാധ്യസ്ഥരല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ പല സഹാബികളുടെ പേരിലും പല വ്യാജ കെട്ടുകഥകളൊക്കെ ഉദ്ധരിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു എവിടെയാണ് താമസിച്ചിരുന്നത്? ഷാമിൽ. അപ്പോൾ ഷാമിലുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്വപ്നം കണ്ടു അത്രേ. അപ്പോൾ എന്താണ് ബിലാലെ നീയൊന്നും എന്നെ കാണാൻ വരാത്തത്? ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടാകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചത്. ഒരു സ്വപ്നം കണ്ടു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു ഞെട്ടി എണീച്ച് മദീന അത് ഖബർ സിയാറത്തിന് വേണ്ടി പുറപ്പെട്ട് അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്തു എന്ന ഒരു കഥയുണ്ട്. ഈ കഥ ശരിക്കും നമ്മുടെ നാട്ടിലെ ആൾക്കാർ പലപ്പോഴും തെളിവാക്കും. എന്തിനു വേണ്ടി? ഖബർ സിയാറത്തിന് വേണ്ടി യാത്ര നടത്തിയിട്ടുണ്ട്, അത് സുന്നത്താണെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി. അപ്പോൾ ഇതെന്താണ്? ഇബ്നു ഹജർ അസ്ഖലാനി പോലെയുള്ള വലിയ വലിയ ഹദീസിൻ്റെ പണ്ഡിതന്മാർ പറയുന്നു, ഹാദിഹി ഖിസ്സത്തുൻ ബയ്യിനത്തുൽ വദ്ഇ. ഇത് വ്യക്തമായും നിർമ്മിതമായ വ്യാജ കഥയാണെന്ന്. അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശരിക്ക് കഥകൾ മാത്രം പറഞ്ഞാൽ പോരാ. നമുക്ക് പ്രമാണമാകണമെങ്കിൽ, അത് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ പരമ്പര മുത്തസിലായിരിക്കണം, സഹീഹായിരിക്കണം. വഖദ് മറ തഅരീഫുൽ ഇത്തിസാൽ. അപ്പോൾ മുത്തസിലിൻ്റെ ഫുട്നോട്ട് എന്താണ്? ഉൻദുർ ഹാഷിയത്തൽ ഉജുഹൂരി. ഹാഷിയത്തൽ ഉജുഹൂരി എന്താ? ഈ ഹാഷിയത്തൽ ഉജുഹൂരി നാം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉജുഹൂരിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അല്ലാമ ബൈഖൂനിയുടെ ഈ കവിതയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഷർഹാണ് അല്ലാമ സുർഖാനിയുടെ ഷർഹ്. സുർഖാനിയുടെ ഷർഹിൻ്റെ മേലെയുള്ള, അതായത് അതിനുള്ള ചെറിയ കുറിപ്പുകൾ, വിശദീകരണങ്ങൾ എഴുതിയ പണ്ഡിതനാണ് ഉജുഹൂരി. ഇതെന്തിനാണ് നാം പഠിക്കുന്നത്? പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും വിശദീകരണത്തിന് മേലെയുള്ള വിശദീകരണങ്ങളൊക്കെ, ആ പ്രയോഗങ്ങളൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പം ഒരു മത്നിൻ്റെ വിശദീകരണത്തിന് എന്ത് പറയും? ഷർഹ് എന്ന് പറയും. മനസ്സിലായല്ലോ? ഷർഹിൻ്റെ മേലെയുള്ള കുറിപ്പുകൾക്ക്, വിശദീകരണങ്ങൾക്ക് എന്ത് പറയും? ഹാഷിയ എന്ന് പറയും. ഈ ഹാഷിയത്തിൻ്റെ വാക്ക് എന്താണ്? ഫുട് നോട്ട് എന്നാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതായത് ഷർഹിന് ഇപ്പോൾ അല്ലാമ സുർഖാനി ബൈഖൂനിയക്ക് ഷർഹ് എഴുതി. ആ ഷർഹിന് ശേഷം വന്നൊരു പണ്ഡിതന് ചില അഡീഷണലായ ചില കുറിപ്പുകളും വിശദീകരണങ്ങളും രേഖപ്പെടുത്തണം. അതിൻ്റെ പേര് നൽകുക ഹാഷിയ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഷാഫിഈ ഫിഖ്ഹിന് എത്രയോ ഷർഹുകളുണ്ട്. ഇപ്പം ഇമാം നവവിയുടെ മിൻഹാജ്, അതാണ് ഷാഫിഈ മദ്ഹബിൽ അറിയപ്പെട്ട ഒരു ഗ്രന്ഥം. അതൊരു മുഖ്തസറായ ഒരു ഗ്രന്ഥമാണ്. അതിന് പല പണ്ഡിതന്മാരും എന്ത് എഴുതി? ഷർഹുകൾ എഴുതി. ആദ്യം ഷർഹാണ് വരേണ്ടത്.
ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹ്ഫത്തുൽ മുഹ്താജ് ഫി ശർഹിൽ മിൻഹാജ്. റംലിയുടെ ഷർഹാണ് നിഹായത്തുൽ മുഹ്താജ് ഫി ശർഹിൽ മിൻഹാജ്. അൽ ഖതീബ് ഷിർബീനിയുടെ ഷർഹാണ് മുഗ്നിൽ മുഹ്താജ് ഫി ശർഹിൽ മിൻഹാജ്. ഈ ഷർഹുകൾക്കൊക്കെ പണ്ഡിതന്മാർ ശേഷം വന്നവർ ഹവാഷി എഴുതിയിട്ടുണ്ട്. ഹാഷിയത്തിൻ്റെ ബഹുവചനമാണ് ഹവാഷി. ഇവിടെ ശരിക്ക് അല്ലാമ ഉജുഹൂരി, ഷെയ്ഖ് അത്തിയൽ ഉജുഹൂരി ഹിജ്റ 1190 മരണപ്പെട്ടു. 1190 മരണപ്പെട്ട ഉജുഹൂരിയുടെ ഹാഷിയ അല്ലാമ സുർഖാനി എഴുതിയ ഷർഹിന് എഴുതിയ ഹാഷിയത്താണ്. സുർഖാനി ഹിജ്റ 1122 മരണപ്പെട്ടു. മാലിക്കി മദ്ഹബുകാരനായ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്. ഇമാം മാലിക്കിൻ്റെ മുവത്ത ഒക്കെ ഷർഹ് എഴുതിയ പണ്ഡിതനാണ് സുർഖാനി. തെദ്രീബ്, അതേപോലെ തെദ്രീബ് നോക്കണം. എന്തിനാണ് ഇവിടെ ശരിക്കും ഈ റെഫറൻസിൽ കൊടുക്കുന്നത്? അതായത് ഇപ്പോൾ ഈ പറഞ്ഞ മുത്തസിൽ എന്ന ഈ സാങ്കേതിക പദത്തിൻ്റെ നിർവചനവും വിശദീകരണവും അറിയണമെങ്കിൽ, കൂടുതലായി പഠിക്കണമെങ്കിൽ ഏത് നോക്കണം? ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ നോക്കണം എന്ന്. അപ്പോൾ എന്താണ് ഇത്? സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഗ്രന്ഥം തിരഞ്ഞെടുക്കാനുള്ള കാരണം കൂടിയുണ്ട്. ഇത് ശരിക്ക് തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള ശരിക്ക് ഗ്രന്ഥമാണെങ്കിൽ തന്നെ ഇങ്ങനെ റെഫറൻസുകൾ നമ്മളിങ്ങനെ വായിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ഇതിന് ശേഷമുള്ള ഉപരിപഠനത്തിൽ എത്തുമ്പോൾ നമുക്കെന്താണ് ഒരു അകൽച്ച ഉണ്ടാവില്ല ഗ്രന്ഥങ്ങളോട്. ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള ഗ്രന്ഥങ്ങളാണല്ലോ. അപ്പോൾ പഠിതാക്കൾക്ക് എന്തുണ്ടാവും? ധൈര്യം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഓരോ വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ വ്യവസ്ഥാപിതമായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ബേസ് ഉണ്ടാവും. ഇപ്പം ഹദീസ് നിദാനശാസ്ത്രം, ഉസൂലുൽ ഫിഖ്, അതേപോലെ ഫിഖ്, തഫ്സീർ, അതേപോലെ തന്നെ അങ്ങനെ ഓരോ വിഷയത്തിലും നമ്മൾ നഹ്വ്, ഗ്രാമർ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ വായിച്ച് ഉസ്താദുമാർ കീഴിൽ വായിച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും എന്താണ് ഇസ്ലാമിക ശാസ്ത്രത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കി എന്ന് പറയാം. അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ദർസുകളിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായി? നമ്മുടെ ദാഇമാർക്കും നമ്മുടെ പ്രബോധകർക്കൊക്കെ ശരിക്ക് അതായത് ഈ ഒരു അടിസ്ഥാന വിഷയങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം സ്വന്തം കാര്യങ്ങൾ പഠിക്കാനും ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ റെഫർ ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവ് ഉണ്ടാകും. അതായത് നാം ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മുടെ പഠിതാക്കൾ ഒരു കാലം കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം ഇസ്ലാമിക ശാസ്ത്രങ്ങളിലുള്ള ഗ്രന്ഥങ്ങളിലേക്കുള്ള ഒരു ആക്സസ് വേണം. മറിച്ച് ജീവിതകാലം മുഴുവനും ശ്രോതാക്കളായിരിക്കുവാൻ നാം ഉദ്ദേശിക്കുന്നില്ല. ശ്രോതാക്കൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പം ഇതിനാണ് ഇന്നത്തെ പഠിതാക്കൾ നാളത്തെ ആരായിരിക്കണം? അധ്യാപകരായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം ശരിക്ക് നമുക്ക് ഉസ്താദുമാരുടെ ഭാഗത്തുനിന്ന് മാത്രം പോരാ, അതേപോലെ ശരിക്ക് പഠിതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മുത്തസിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നാം പഠിക്കും. കാരണം മുൻഖത്തിനെ കുറിച്ച് അല്ലാ ബൈഖൂനി പറയുന്നുണ്ട്, വകുല്ലു മാ ലം യത്തസിൽ ബിഹാലി ഇസ്നാദുഹു മുൻഖത്തിഉൽ ഔസാലി. മുൻഖത്തിനെ കുറിച്ച് നാം കൂടുതൽ ഇൻഷാ അല്ലാഹ് ഉദാഹരണ സഹിതം പഠിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാഫിയായ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന റസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. وآخر دعوانا أن الحمد لله رب العالمين.